ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ച ഇറ്റലിയിലെ റോമിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ ആഴ്ച ഒമാനിലെ സലാലിൽ വെച്ച മസ്കത്തിൽ വെച്ചായിരുന്നു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ അത് റദ്ദ് ചെയ്തുകൊണ്ട് സ്ഥലം മാറ്റിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. ഒമാനെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാന ദൗത്യത്തിന് വേണ്ടി രണ്ടാം ഘട്ടവും വലിയ രീതിയിലുള്ള ശ്രമം നടത്തുമെന്നും തങ്ങളുമായിട്ടുള്ള ചർച്ചയോടനുബന്ധിച്ച് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്കയിൽ ഉന്നയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഒമാന്റെ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗികമായിരിക്കുന്ന നിലപാടുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു ഇറ്റലിയിലേക്ക് മാറ്റിയിരിക്കുന്ന കാര്യങ്ങൾ രാജ്യം തന്നെ പ്രസ്താവനയായിട്ട് പുറത്തു വന്നതാണ്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങളൊക്കെ ഇതുവരെ നിലവിൽ നിന്ന് പറയപ്പെട്ടെന്ന് വ്യത്യസ്തമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതകൾ പറയുന്നു. അത് ഒമാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശമെങ്കിൽ, അതായത് ഈ പാലസ്തീനിലെയും ഇസ്രായേലിലെയും ജനങ്ങൾക്ക് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് രണ്ട് വിഭാഗം ഉദ്ദേശിക്കുന്നതെങ്കിൽ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഇതിൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ദ്വിരാഷ്ട്ര ഫോർമുല എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ നയനിലപാടുകളൊക്കെ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയും ഈ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം ഈ ചർച്ചയ്ക്കിടയിൽ, ഇറ്റലിയിൽ നടക്കുന്ന ചർച്ചയ്ക്കിടയിൽ ഒമാൻ അമേരിക്കയുമായിട്ട് പങ്ക് വെക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.